Today we will be discussing another matrix representation of graphs. Circuit matrix ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സർക്യൂട്ട് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. അത് നമ്മൾ സർക്യൂട്ടുകളും എഡ്ജസുകളുമാണ് നമ്മുടെ മാട്രിക്സിലെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ഗ്രാഫ് ഉണ്ട് ജി, അതിൽ നമ്പർ ഓഫ് സർക്യൂട്ട്സ് ആണ് ക്യൂ, അതുപോലെ നമ്പർ ഓഫ് എഡ്ജസ് ആണ് ഇ. അപ്പോൾ സർക്യൂട്ട്സിൻ്റെ എണ്ണവും എഡ്ജസിൻ്റെ എണ്ണവും നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സ് പറഞ്ഞപ്പോൾ വെർട്ടീസുകളുടെ എണ്ണവും എഡ്ജസിൻ്റെ കൗണ്ട് ആയിരുന്നു. അപ്പോൾ ഡിഫറൻസ് വന്നത് വെർട്ടെക്സ് കൗണ്ട് മാറി പകരം നമ്മളവിടെ സർക്യൂട്ട്സിനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ട് കൗണ്ട് ക്യൂവും എഡ്ജസിൻ്റെ കൗണ്ട് ഇയും ആണെങ്കിൽ നമ്മൾ സർക്യൂട്ട് മെട്രിക്സ് നമ്മൾ നോർമൽ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ബി എന്ന് പറഞ്ഞ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു സ്മോൾ ബി ഐ ജി ഓഫ് ജി. ഈ ബി ഐ ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സിലെ ഓരോ എലമെൻറ്റ്സ്, ഐ ജേത് ഇൻഡെക്സിൽ വരുന്ന എലമെൻറ്റ്സ്. ഇറ്റ് ഇസ് എ ക്യൂ ബൈ ഇ 0-1 മെട്രിക്സ്. ക്യൂ ഇ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ക്യൂ ഇസ് ദ നമ്പർ ഓഫ് സർക്യൂട്ട്സ്, ഇ ഇസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. ഒരു 0-1 മെട്രിക്സ് ആണ്, ബൈനറി മെട്രിക്സ് ആണ്. അപ്പോൾ സർക്യൂട്ട്സിനുണ്ടാവും, മുകളിൽ എഡ്ജസിനുണ്ടാവും. പിന്നെ ഇതിലെ എലമെൻസിൻ്റെ വാല്യൂ ബി ഐ ജി നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ബി ഐ ജി ഈക്വൽ ടു 1 അല്ലെങ്കിൽ 0. ഇനി 1 വരുന്നത് ഇഫ് ith സർക്യൂട്ട് ഇൻക്ലൂഡ്സ് jth എഡ്ജ്. അപ്പോൾ ഫസ്റ്റ് സർക്യൂട്ടും സെക്കൻഡ് എഡ്ജും. അപ്പോൾ ith സർക്യൂട്ട് എടുക്കുക, അതിൽ jth എഡ്ജ് വരുന്നുണ്ടെങ്കിൽ ഈ വാല്യൂ സെറ്റ് ടു 1, അതർവൈസ് 0. അപ്പോൾ ഒരു പർട്ടിക്കുലർ എഡ്ജ് ഒരു സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സെറ്റ് ആസ് 1, ആ സർക്യൂട്ടിൽ ഇല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യും. ദിസ് ഈസ് സർക്യൂട്ട് മെട്രിക്സ്. ഇറ്റ് ഈസ് എ Q by E matrix. The Q is the number of circuits and E is the number of edges. സർക്യൂട്ട് മെട്രിക്സ് നമുക്ക് ബി ഓഫ് ജി എന്നും ഡിനോട്ട് ചെയ്യാം. ബി എന്ന് പറഞ്ഞാൽ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി, ജി നമ്മൾ ഗ്രാഫിനെ ഡിനോട്ട് ചെയ്യും. നമ്മളൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് V1, V2, V3, V4, V5, V6 ആണ് 6 വെർട്ടീസുകളുണ്ട്. എഡ്ജസ് എ ബി സി പി ഇ എഫ് ജി എച്ച്. ഈ ഗ്രാഫിൽ 4 ഡിഫറെൻറ്റ് സർക്യൂട്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എ ബി ഉണ്ടല്ലോ, എ വഴി അങ്ങോട്ട് പോയി ബി വഴി തിരിച്ചു കിടക്കുന്നത്. സെക്കൻഡ് വൺ സി ഇ ജി, ദാറ്റ് ഈസ് സി ഇ ജി. അപ്പോൾ ഈ 3 എഡ്ജസ് അവിടെ ഒരു സർക്യൂട്ട് ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ടി എഫ് ജി, ഇതാണ് ബി എ, ഇതൊക്കെ എൽ ജി. അപ്പോൾ ഈ 3 എഡ്ജുകൾ വഴി, ദാറ്റ് ഈസ് V1, V2, V5 വഴി ഒരു സർക്യൂട്ട്. നെക്സ്റ്റ് നമ്മൾ പുറമേ കാണുന്ന ഔട്ടർ സർക്യൂട്ട്, ദാറ്റ് ഈസ് സി ഡി എഫ്, സി ടി എഫ് ഇ, ഈ ഒരു റെക്ടാങ്കിൾ വരുന്ന എഡ്ജസ്. അപ്പോൾ നമുക്ക് 4 സർക്യൂട്ട്സ് ഇതിലാണ്. പിന്നെ സർക്യൂട്ട് മെട്രിക്സ് വരയ്ക്കുമ്പോൾ നമുക്ക് 4 റോസ് ഉണ്ടാവും. ദാറ്റ് ഈസ് സർക്യൂട്ട് മെട്രിക്സ് ഇസ് എ 4/8 0-1 മെട്രിക്സ്. 4/8 എന്ന് പറഞ്ഞാൽ 4 is the number of circuits and 8 is the number of edges. എഡ്ജസ് എ മുതൽ എച്ച് വരെ. പിന്നെ നമ്മളുടെ റോസ് 1, 2, 3, 4 ഓരോ സർക്യൂട്ടിനെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സർക്യൂട്ടിലുള്ള എഡ്ജസ് എയും ബിയും ആയിരുന്നു. അപ്പോൾ നമ്മൾ എഡ്ജസ് മെട്രിക്സിൽ എൻട്രീസ് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് സർക്യൂട്ടിൽ എയും ബിയും മാത്രമായിരുന്നുകൊണ്ട് എക്കും ബിക്കും 1, ബാക്കി എല്ലാ എഡ്ജസിനും 0. ഇനി സെക്കൻഡ് സർക്യൂട്ട് സി ഇ ജി എന്നാൽ ആ സർക്യൂട്ടിൽ 3 എഡ്ജസ് വരുന്നുള്ളൂ. അപ്പോൾ സെക്കൻഡ് സർക്യൂട്ടിൽ ബിക്കും ഇക്കും ജിക്കും 1, ബാക്കിയെല്ലാം 0. ഇനി തേർഡ് സർക്യൂട്ടിൽ ബി എഫ് ജി, അപ്പോൾ ബി എഫ് ജി ആ 3 എഡ്ജിന് മാത്രം 1, ബാക്കി എല്ലാത്തിനും 0. ഇനി നെക്സ്റ്റ് ഫോർത്ത് സർക്യൂട്ട് സി ഡി എഫ് ഇ. അപ്പോൾ ഫോർത്ത് സർക്യൂട്ട് നോക്കി കഴിഞ്ഞാൽ സി ഡി എഫ് ഇ ആ 4 എഡ്ജസിന് മാത്രം 1, ബാക്കിയെല്ലാം 0. സോ ദിസ് ഈസ് ദ സർക്യൂട്ട് മെട്രിക്സ്. നമ്മൾ റോസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയും കോളംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന എഡ്ജസിനെയും ആയിരിക്കും. ഒരു പർട്ടിക്കുലർ എഡ്ജ് ഒരു സർക്യൂട്ടിൽ പ്രസൻറ്റ് ആണെങ്കിൽ അവിടെ വാല്യൂ നമ്മൾ 1 ആഡ് ചെയ്യും, ഇല്ലെങ്കിൽ 0 ആയിരിക്കും. ഇനി ഈ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്സർവേഷൻസ് അല്ലെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. The column of all zeros corresponds to a non-circuit edge. That is an edge that does not belong to any circuit. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതുണ്ടോ ഈ എച്ച് എന്ന് പറഞ്ഞ എഡ്ജിൻ്റെ കോളം എല്ലാം 0 ആണ്. നമ്മളിവിടെ 4 സർക്യൂട്ട്സ് ഏതെങ്കിലും ഇതിലൊന്നിൽ എച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു സെർക്യൂട്ടിലും ഇല്ലാത്ത എഡ്ജ് ആണെങ്കിൽ നമ്മുടെ സർക്യൂട്ട് മെട്രിക്സിൽ അതിൻ്റെ കോളത്തിലെ വാല്യൂസ് എന്തായിരിക്കും, എല്ലാം 0 ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി, ഈച്ച് റോ ഓഫ് ബി ജി ഈസ് എ സർക്യൂട്ട് വെക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻസിഡൻസ് മെട്രിക്സ് പറഞ്ഞപ്പോൾ തന്നെ അതിൽ ഓരോന്നിനെ നമ്മൾ ഒരു റോ വെക്ടറായിട്ട് കൺസിഡർ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഓരോ റോയും എന്താണ്, സർക്യൂട്ടാണ്. അതുകൊണ്ട് ഈ റോയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സർക്യൂട്ട് വെക്ടർ എന്ന് പറയാൻ പറ്റും. ഇനി തേർഡ് പ്രോപ്പർട്ടി, എ സർക്യൂട്ട് മെട്രിക്സ് ഈസ് കേപ്പബിൾ ഓഫ് റെപ്രസെൻറ്റിങ് എ സെൽഫ് ലൂപ്പ്. അപ്പോൾ സെൽഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു എഡ്ജിൽ നിന്ന് തുടങ്ങി ആ എഡ്ജിൽ തന്നെ അവസാനിക്കും. അപ്പോൾ സെൽഫ് ലൂപ്പിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സർക്യൂട്ട് മെട്രിക്സ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇൻസിഡൻസ് മെട്രിക്സിൽ നമുക്ക് സെൽഫ് ലൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ നമ്മുടെ ഗ്രാഫിൻ്റെ ഡെഫിനേഷൻ പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് സെൽഫ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനേഷൻ തുടങ്ങുന്നതാണ്. അപ്പോൾ സർക്യൂട്ട് മെട്രിക്സിൽ നമുക്ക് സെൽഫ് ലൂപ്പ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പർട്ടിക്കുലർ ഗ്രാഫിൽ സെൽഫ് ലൂപ്പ് ഒന്നുമില്ല. ഇപ്പോൾ V1 ഒരു സെൽഫ് ലൂപ്പ് ഉണ്ടെന്ന് കരുതുക. V1 നിന്ന് V1 തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യേണ്ട ആ ഒരു സർക്യൂട്ട് ഏതാണോ അവിടെ നമുക്ക് എന്താ ആഡ് ചെയ്യാം, 1 ആഡ് ചെയ്യാം. അപ്പോൾ സിംഗിൾ 1 ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്. ഇപ്പോൾ H വരെ ഉള്ളത് നോക്കാം. അപ്പോൾ I എന്ന് പറഞ്ഞ എഡ്ജായിട്ട് V1 നിന്ന് V1 തന്നെ നമുക്കൊരു എഡ്ജ് ഉണ്ടെന്ന് കരുതാം. അപ്പോൾ I എന്ന് പറയുന്നൊരു സെൽഫ് ലൂപ്പ് V1 തുടങ്ങി V1 തന്നെ അവസാനിക്കും. അപ്പോൾ നമ്മുടെ ടേബിളിൽ എന്തായിരിക്കും ചേഞ്ച് വരിക, ഇവിടെ ഒരു I കൂടെ വന്നു. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഒരു സർക്യൂട്ട് ഉണ്ടാവും. ഇനി ഫിഫ്ത്ത് സർക്യൂട്ട്. ഫിഫ്ത്ത് സർക്യൂട്ടിൽ എന്തായിരിക്കും, ഈ Iക്ക് മാത്രമാണ് ഉണ്ടാവും, എല്ലാം സീറോസ് ആയിരിക്കും. അപ്പോൾ സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സർക്യൂട്ടിൻ്റെ റോയിൽ ഒരു സിംഗിൾ 1 ഉണ്ടാവുകയുള്ളൂ. സെൽഫ് ലൂപ്പിൽ ഒറ്റ എഡ്ജല്ലേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ആ സിംഗിൾ 1 വരുന്നത്. In fourth property, the number of ones in a row is equal to the number of edges in the corresponding circuits. അപ്പോൾ ഫസ്റ്റ് സർക്യൂട്ട് ആണിത്. അതിനകത്ത് എത്ര വൺസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 2 വൺസ് ആണ് ഉള്ളത്. ദാറ്റ് ഇസ് എയും ബിയും എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 2 എഡ്ജസ് ആണ് ഈ ഫസ്റ്റ് സർക്യൂട്ടിലുള്ളത്. സെക്കൻഡ് റോ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 3 വൺസ് ഉണ്ട്. ദാറ്റ് മീൻസ് 3 എഡ്ജസ് ആണ് ഈ സെക്കൻഡ് സർക്യൂട്ടിലുള്ളത്. ഇതിലും 3 എഡ്ജസ് ആണ് തേർഡ് സർക്യൂട്ടിലുള്ളത്. ഇനി ഫോർത്ത് സർക്യൂട്ടിലാണെങ്കിൽ 4 എഡ്ജസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഫോർത്ത് പ്രോപ്പർട്ടി. ആൻഡ് ഫിഫ്ത്ത് വൺ, ഇഫ് എ ഗ്രാഫ് ഈസ് സെപ്പറബിൾ. സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലാണ് നമ്മൾ തന്നെ സെപ്പറബിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രാഫ് ഒരു സെപ്പറബിൾ ഗ്രാഫോ അല്ലെങ്കിൽ ഒരു ഡിസ്കണക്ട് ആയിട്ടുള്ള ഗ്രാഫോ ആണെങ്കിൽ നമുക്ക് അതിനെ ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സിനും ഇതേ റെപ്രസെൻറ്റേഷൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ G എന്ന് പറഞ്ഞ ഗ്രാഫ്, അതിന് ഏതൊരു കേസ് സെപ്പറബിൾ ഇൻ ദ സെൻസ് ഒരു വെർട്ടെക്സിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുകയാണെങ്കിൽ ആ ഗ്രാഫിനെ നമുക്ക് സെപ്പറബിൾ ഗ്രാഫ് എന്ന് പറയാം. പിന്നെ അത് കൂടാണ്ട് ഡിസ്കണക്റ്റഡ് ആണെങ്കിലും സെപ്പറബിൾ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. B of G1 0 0 B of G2. B of G1 എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്യാം. നമ്മൾ 2 കമ്പോണൻസ് ആണ് പറഞ്ഞത്. ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ G1 G2 എന്ന് പറഞ്ഞാൽ 2 കമ്പോണൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ B of G1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ സർക്യൂട്ട്, B of G2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ഈ 2 കമ്പോണൻസും ഡിസ്കണക്റ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കോമൺ ആയിട്ടൊന്നും ഉണ്ട്. അപ്പോൾ വെർട്ടെക്സുകളും എഡ്ജുകളും എല്ലാം 2 സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ G1 സർക്യൂട്ട്സിനൊന്നും ഇവിടെ എഡ്ജ് ഉണ്ടാവില്ല, അതുപോലെ G2 സർക്യൂട്ട്സിനൊന്നും ഇവിടെയും എഡ്ജ് ഉണ്ടാവില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ ഇൻ ദാറ്റ് കേസ് സർക്യൂട്ട് മെട്രിക്സ് ഓഫ് ദ ഗ്രാഫ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദിസ് ബ്ലോക്ക് ഡയഗണൽ ഫോം. So B of G1 ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ സർക്യൂട്ട് മെട്രിക്സ്, then 0, again 0, and next is the circuit matrix of second component. Next property, the permutation of any 2 rows or columns in a circuit matrix simply corresponds to relabeling circuits and edges. നമ്മൾ ഫസ്റ്റ് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ കേസിലും പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് ഇൻ്റർചേഞ്ച് ചെയ്തെന്ന് എഴുതുക. അപ്പം ഫസ്റ്റ് അതിലുള്ള 2 സർക്യൂട്ട്സിനെ നമ്മൾ റീലേബിൾ ചെയ്യുന്നതിന് സെയിം എഫക്റ്റാണ് അതിനുണ്ടാകുന്നത്. സർക്യൂട്ട്സിനെ ആണെങ്കിലും എഡ്ജസിനെ ആണെങ്കിലും നമ്മൾ റീലേബിൾ ചെയ്യുന്ന എഫക്റ്റാണ് റോസിനെയും കോളംസിനെയും പെർമ്യൂട്ട് ചെയ്താലുണ്ടാകും. ഇനി നമ്മൾ 2 ഗ്രാഫുകൾ ഐസോമോർഫിക് ആണെങ്കിൽ G1 and G2 will have the same circuit matrix. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു 2 ഗ്രാഫുകൾ ഐസോമോർഫിക് ആണെങ്കിൽ അവരുടെ ഇൻസിഡൻസ് മെട്രിക്സുകൾ തമ്മിൽ ഡിഫറൻസ് എന്തായിരിക്കും, ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി സം പെർമ്യൂട്ടേഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. അപ്പോൾ ഇവിടെ സർക്യൂട്ട് മെട്രിക്സിൻ്റെ കേസിലാണെങ്കിൽ 2 ഗ്രാഫ് ഐസോമോർഫിക് ആണെങ്കിൽ അതിൻ്റെ 2 സർക്യൂട്ട് മെട്രിക്സുകൾ സെയിം ആയിരിക്കും. നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇൻസിഡൻസ് മെട്രിക്സ് പഠിച്ചു, സർക്യൂട്ട് മെട്രിക്സും പഠിച്ചു. ഇതിൻ്റെ 2നെയും ഡിക്ലേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നെക്സ്റ്റ് പറയുന്നത്. B എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്യൂട്ട് മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാനും A എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്തത്. So that B and A respectively denote the circuit matrix and incidence matrix of a self-loop free graph. Self-loop ഇല്ലാത്തൊരു ഗ്രാഫാണ് നമ്മൾ 2 കൺസിഡർ ചെയ്യുന്നത് നോക്കാം. ഇനി whose columns are arranged using the same order of edges. ഈ 2ൻ്റെയും കോളത്തിൽ എന്താണ്, ബിയുടെ കേസിലാണെങ്കിൽ സർക്യൂട്ട് റോയിലും എഡ്ജ് കോളത്തിലും, ഈ എയുടെ കേസിലാണെങ്കിൽ വെർട്ടെക്സ് റോയിലും എഡ്ജ് കോളത്തിലും. അപ്പോൾ 2 എഡ്ജാണ് കോളംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എഡ്ജസ് 2 ഒരേ ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് കരുതുകയാണെങ്കിൽ then every row of B is orthogonal to every row A. That is A into B transpose equal to B into A transpose is equivalent to 0 mod 2. അപ്പോൾ എയും ബിയുടെ ട്രാൻസ്പോസ് എടുത്താൽ അത് മൾട്ടിപ്ലൈ ചെയ്താലും ദാറ്റ് ഇസ് ഈക്വലന്റ് ടു B into A transpose that is equivalent to 0 mod 2. A ട്രാൻസ്പോസ് നമുക്കറിയാം, ഒരു മെട്രിക്സ് നമുക്ക് ട്രാൻസ്പോസ് എടുക്കാൻ 2 റോസും കോളംസും നമ്മൾ മാറ്റിയാൽ മതി. അപ്പോൾ ബിയുടെ ട്രാൻസ്പോസും എയും എടുത്താലും എയുടെ ട്രാൻസ്പോസും ബിയും എടുത്താലും ആ 2 കോമ്പിനേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടും,
will be equivalent to 0 more 2. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു ഗ്രാഫ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ഇൻസിഡൻറ്റ് മെട്രിക്സ് ആണ് വരച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അതിന് കറസ്പോണ്ടിങ് സർക്യൂട്ട് മെട്രിക്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ എ ഇൻറ്റു ബി ട്രാൻസ്പോസ് ആണ് എഴുതിയിരിക്കുന്നത്. ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയാൽ ഇവിടെ നമ്മൾ ഉണ്ടായിരുന്നതിന് ട്രാൻസ്പോസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 4 റോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്തായി 4 കോളംസ് ആയിട്ട് മാറി. നമുക്ക് എത്ര റോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? എ മുതൽ എച്ച് വരെ റോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കോളംസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ട്രാൻസ്പോസ് എടുത്തപ്പോൾ എന്തായി അതെല്ലാം റോസ് ആയിട്ട് മാറി. അപ്പോൾ ഈ 1 0 0 0 ഇവിടെ വന്നു, ഫസ്റ്റ് റോയിൽ വന്നു. അതുപോലെ സെക്കൻഡിലെ 1 0 0 0 അടുത്ത റോയിൽ വന്നു. 0 1 0 1 തേർഡ് റോയിൽ വന്നു. അതുപോലെ 0 0 1 1 ഫോർത്ത് റോയിൽ വന്നു. അപ്പോൾ സിമിലർലി ബി ഓഫ് ജിയുടെ കംപ്ലീറ്റ് ട്രാൻസ്പോസ് ആണ് ഈ കാണുന്നത്. ഇനി എ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട മെട്രിക്സ് തന്നെ, ഈ ഒരു മെട്രിക്സ് തന്നെയാണ് എയിൽ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇത് എയും ബി ട്രാൻസ്പോസും എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0 more 2. അപ്പോൾ ഈ ഒരു റിസൾട്ട് എ ഇൻറ്റു ബി ട്രാൻസ്പോസ് ഈക്വൽ ടു അല്ലെങ്കിൽ ബി ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു 0 more 2 കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഓർത്തോഗണൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എടുത്ത് കഴിഞ്ഞ റിസൾട്ടിന് നമുക്ക് മോഡ് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എവറി റോ ഓഫ് ബി ഈസ് ഓർത്തോഗണൽ ടു എവറി റോ ഓഫ് എ. ദിസ് ഈസ് എ തിയറം. അപ്പോൾ ഈ തിയറം നമുക്ക് വേറെ ഫർദർ പ്രൂഫ്സ് നമുക്ക് ആപ്ലിക്കേഷൻ വരും. സോ ദാറ്റ്സ് ഓൾ ഓഫ് സർക്യൂട്ട് മെട്രിക്സ്.